ഹായ് ഗായ്സ്, അപ്പോൾ നമ്മള് ഏറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വർഷമായി നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം അതെ അതെ നിങ്ങളെ എല്ലാരെയും ഭയങ്കര ബുദ്ധിമുട്ടായി ലക്ഷം റിക്വസ്റ്റുകൾ നമുക്ക് അല്ലെ നമ്മളെ ഇൻബോക്സിലോട്ട് ഒഴുകി വന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് വന്ന് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മള് ഏതാണ്ട് ഒരു വർഷമായി ഗൈസ് ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഏതാണ്ട് ഒരു വർഷമായി. അപ്പൊ നമുക്ക് അതിന്റേതായ ഔട്ട് ഓഫ് ടച്ചും ഫിയർ ഓഫ് ക്യാമറ എല്ലാം കൂടെ ഒക്കെ വന്ന ഒരു മോഹൻലാൽ പറയൂലേ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോഡ്കാസ്റ്റ് സെറ്റപ്പ് അല്ലേ, നമുക്ക് അത് പറഞ്ഞു തന്നെ തുടങ്ങാം. അല്ല, ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് നോക്കാന്നുള്ള അല്ലേ, കുറെ നാളിന് ശേഷം വന്നു ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ നോക്കാൻ വേണ്ടി നമ്മൾ പഴയതുപോലെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുക, നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം, കൺവെൻഷണൽ വേയിലോട്ട് പോകാത്ത വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. അതെ, പിന്നെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് അടുത്ത പോഡ്കാസ്റ്റ് ചിലപ്പോ വേറെ അതായത് പോഡ്കാസ്റ്റ് നമ്മുടെ ഈ പുതിയ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പിന് ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഈ ഓരോ എപ്പിസോഡും കൊണ്ടുവരുന്നതിനും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മള് കഴിഞ്ഞ നമ്മള് പോഡ്കാസ്റ്റ് പോലെ ആയിരിക്കൂല, ഇത്തിരി കൂടെ ഒരു പുതുമ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അത് ലിമിറ്റഡ് ആയിരിക്കും. അതെ അതെ, ഒരു നീണ്ട ഒരു കാലയളവിലോട്ട് പോകൂല, ഇതൊരു ലിമിറ്റഡ് സീരീസ് പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ്, ഒരു വളരെ കുറച്ച് എപ്പിസോഡുകളെ കാണുള്ളൂ, ഒരു 7, 8, 10 എപ്പിസോഡ്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ എണ്ണം കൂടാം. നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോയാൽ നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോയ നിമിഷങ്ങൾ പണ്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മള് ഇരുന്ന് ഒന്നും പറയാനില്ലാതൊക്കെ ചില സമയങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഇല്ലാത്ത ആ ഒരു വർഷം? അതെ, ഞാനല്ലേ ചോദിച്ചു, അപ്പൊ നിങ്ങൾ നിങ്ങൾ പറ എങ്ങനെ. ആദ്യം നീ പറ. അല്ല, അവനാരെയും കുറച്ചുകൂടി പറയാനുള്ള കാര്യം, ഈവൻ നമ്മളാണ് പോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിലേ നമ്മൾ ആ ഒരു സ്ഥലത്ത് വന്ന് അത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്ക് ബോൺ അവനാണ്. പിന്നെ യവന് അതല്ല, യവൻ വീട്ടിൽ ചെന്നിരുന്ന് അത് നോക്കണം, അത് എഡിറ്റ് ചെയ്യണം, അത് അപ്പ് ചെയ്യണം, അതിന്റെ തംബ്നെയിൽ ഉണ്ടാക്കണം. അപ്പൊ നീയാണ് കുറച്ചും കൂടി എഫേർട്ട് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെ അതെ. അപ്പൊ അത് നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞ നിന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. അപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു. നിന്ന സമയത്ത് പോഡ്കാസ്റ്റ് നിന്ന സമയത്ത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. അത് എന്നാ സംഭവമായിരുന്നു, പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് 3 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ബാക്കി ദിവസം എല്ലാം എഡിറ്റിംഗ് ഫുള്ള് ബിസി ഷെഡ്യൂളായിരുന്നു. അപ്പം നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടൈം കിട്ടിയ കണക്കായിരുന്നു. അല്ല, പക്ഷെ എന്നാലും പോയി ആ ഒരു ബിസി ഷെഡ്യൂൾ എന്ന് പറയുന്നത് മിസ്സായില്ല. അത് തന്നെ, ആദ്യത്തെ കുറച്ച് ആൾ ഈ പറയുന്ന കണക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ടൈം കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു ഭയങ്കര ഇതായിരുന്നു. പിന്നീട് ഇങ്ങനെ ആ ഒരു ബോർഡം വന്നപ്പോഴത്തേക്കും വല്ലോ പണിയൊക്കെ ഉണ്ടായിരുന്നു, ഈ കൊള്ളായിരുന്നു എന്നുള്ള ഇതിലോട്ട് എത്തി. എത്ര മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്? ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ 2 മാസം വരെ നിനക്ക് സന്തോഷമായിരുന്നു. അത് അങ്ങനെയായിരുന്നു. പൈസ വരാത്തപ്പം സങ്കടം വരൂല. പൈസ പിന്നെ കുറച്ച് സേവിങ്സ് ഉള്ളത് കൊണ്ട് പിടിച്ചിരുന്നു കുറച്ച് ദിവസമൊക്കെ. പിന്നീട് പറയുന്ന കണക്ക് ഫ്രീലാൻസ് ആയിട്ടൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇവിടെ ഓൾഡ് സ്കൂളിന്റെ ഒക്കെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇങ്ങനെ ബെറ്റർ ആയി വന്നെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോ ഈ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്ര ബിസി അല്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഷൂട്ട്, ഏതെങ്കിലും എല്ലാ ആഴ്ചയിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സാധനമല്ല. ഇല്ല, അതിനൊരു ഇതില്ല. അതായത് ഇപ്പൊ ചെയ്യണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ഫ്രീ ആണ്, ഒരു ഹോബി ആയിട്ടാണ് നമ്മൾ ഒരു ഞായറാഴ്ച ഒരു 4 മണി തൊട്ട് 7 മണി വരെ ഒരു കുറച്ച് ടൈമിൽ എല്ലാരും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മൾ വന്നിട്ട് ചെയ്യാത്ത ദിവസങ്ങളും ഉണ്ടല്ലോ, മൂടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ച് അതുവഴി പോയിട്ടൊക്കെ ഉണ്ട്. അതെ, ഉണ്ട്. ആളില്ലാത്ത ദിവസങ്ങളിലായിരിക്കും. നിങ്ങളുടെ അവസ്ഥകൾ പറയൂ, എങ്ങനെയായിരുന്നു വിനിച്ചേട്ടന്?
എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായ അങ്ങനെയൊന്നുമല്ല. ഇത് ആക്ച്വലി ഇത് നമ്മള് ഡിസംബറിനാണ് ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ എടുത്തത്. ഡിസംബറിന് ലാസ്റ്റ് എപ്പിസോഡ് എടുത്ത് എന്നിട്ട് ജനുവരിയിലാണ് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും പിന്നെ യൂട്യൂബ് ഒഫീഷ്യൽ ചാനലിൽ കൂടെയൊക്കെ അറിയിച്ചത് നമ്മള് ജനുവരിയിലാണ്. അപ്പൊ ജനുവരി തൊട്ട് ഇപ്പൊ ഡിസംബർ വരെ ഏതാണ്ട് ഒരു 12 മാസം ഗ്യാപ്പ്, ഒരു വർഷം. ഒരു വർഷത്തില് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജുകളും പിന്നെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ കൂടുതൽ ചോദിച്ചിട്ടില്ല, എന്നാലും ചേച്ചി, കസിൻ ചേച്ചി, അപ്പൊ അവരൊക്കെ ലിസണേഴ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് അറിയാന്നുള്ള കുറെ ആൾക്കാർ ലിസണേഴ്സ് ആയിരുന്നു. അപ്പൊ അവരും പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താ ഇങ്ങനെ നിർത്തി, എന്താ ഇത് സംഭവം, ഇതിങ്ങനെ. അപ്പൊ അതൊരു ആ ഒരു കാലഘട്ടം അല്ലെ ആ ഒരു ടൈം സോൺ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ അത് അവരൊന്നും ചോദിക്കാതായി, പിന്നെ മൈൻഡ് ചെയ്യാതായി. അതെ, പിന്നെ ഇങ്ങനെ സാധനം ചെയ്തിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും ഓരോ ആൾക്കാരെ വന്ന് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ മെസ്സേജസ് ആണ് വന്നത്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ആണ്. ഇത് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടൊക്കെ. നമ്മൾ സ്റ്റോറി ഇട്ടപ്പോഴും നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും നമുക്ക് വന്ന ആ ഒരു മെസ്സേജസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. ഭയങ്കര, കാരണം നമ്മൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഒരു പാർട്ടായിരുന്നു അപ്പോഴാണ്, കാരണം ഒരു അപ്പോഴാണ് നമുക്ക് തോന്നിയത്. കാരണം അതുവരെ നമുക്ക് കമന്റ് ഒക്കെ കണ്ട് നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ കണ്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴേ ഒരു നിർത്തുമ്പം നമുക്ക് കിട്ടിയ ഒരു ഇതുണ്ടല്ലോ, അപ്പോഴാണ് ആ ഒരു ഇമോഷണൽ കണക്ട്. അപ്പോഴാണ് നിർത്തുന്നതിന് കുറച്ചാൾ മുന്നേ വരെ നമുക്ക് വ്യൂസ് ഒക്കെ കുറച്ച് കുറവും അങ്ങനെയൊക്കെ ഒരു നമുക്കും ചെറിയൊരു ബോറിംഗ് എന്നുള്ള ഒരു സ്റ്റേജിലൊക്കെ ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ പറയും, നമ്മൾ കാണോ എന്നുള്ളൊരു ആർക്കും ഒരു ഇമ്പാക്ട് കാണൂല, നമ്മൾ തന്നെ പറയും അതിനെന്ത് ഇപ്പൊ നിർത്തിയാലും ആരും മൈൻഡ് ചെയ്യാൻ പോകില്ല. പക്ഷെ അന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു സാധനം ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 100-800 മുകളിൽ സീരിയസ്ലി ആ കൗണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും ഇൻബോക്സിൽ വന്നിട്ടില്ല. അപ്പം പക്ഷെ നമ്മൾ തുറന്ന് നോക്കി കുറേയൊക്കെ, എന്നിട്ട് അവർ അത്രത്തോളം എഴുതുമ്പോഴേ അത് പലരും എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും നമുക്ക് ഡയറക്റ്റ് പരിചയമില്ലാത്ത ഒരാള് ഇത്രയൊക്കെ ഒരു പാരഗ്രാഫ് ഒരാൾക്ക് വേണ്ടി എഴുതി അയക്കണമെങ്കിൽ, ഇൻബോക്സിൽ അയക്കണമെങ്കിൽ അത്രത്തോളം അവരിലെന്തോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ. അതാ അന്ന് ഭയങ്കര ഇതായിരുന്നു. ആ കുറച്ച് ദിവസം ഭയങ്കര ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. ഒരാഴ്ച വരെയൊക്കെ കുറച്ച് ഈ പറഞ്ഞ കണക്ക് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. 2 മാസം ഇല്ലായിരുന്നു. അത് അങ്ങനെയല്ല, ഫ്രീ ആയെന്ന് ഞാൻ ഇതിന്റെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ ഇമോഷണൽ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ കുഴപ്പിക്കില്ലേ. അതല്ല, ഇപ്പം ആ ടൈമിൽ നമുക്ക് വ്യൂസ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് പോലെ അങ്ങനെ ഒരു ഇതായിരുന്നല്ല. വ്യൂസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആ മെസ്സേജസ് കാണുമ്പോൾ ഇത്രയും ഒരു ഡൗൺ നമ്മളെ ആ ഒരു പീരീഡിൽ ഏറ്റവും കുറഞ്ഞൊരു ടൈമായിരുന്നു. ഒരു ഏകദേശം ഒരു വർഷത്തോളം അതായിരുന്നു ഒരു ഫേസ്. അങ്ങനെ വലിയൊരു വൈറലാവേ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആ ഫേസിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു മിസ് ചെയ്യുന്നവരുണ്ടല്ലോ എന്നുള്ളൊരു അത് സത്യം പറഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു അത് കണ്ടപ്പോ അവർക്ക് അത്രയും സ്നേഹമൊക്കെ കാണുമ്പോൾ അവരെ വിഷമത്തിൽ നമ്മൾ സന്തോഷിച്ചു. നമ്മള് എന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും ഈ മെസ്സേജസ് ഒക്കെ കാണുമ്പോഴേ, നിർത്തിയാലും മെസ്സേജ് കാണുമ്പോഴും നമുക്കൊരു ഉള്ളില് നമ്മളെ ഒരാള് അതെ. ഞാൻ ലാസ്റ്റ് വീക്ക് ട്രെയിൻ കയറാൻ വേണ്ടി സ്റ്റേഷനിൽ നിന്നപ്പം ഒരു പയ്യ ഓടി വന്നിട്ട് കണ്ടിട്ടാവാൻ വന്ന് സംസാരിച്ച്, നിങ്ങൾ മറ്റേ പരിപാടി തുടങ്ങണം കേട്ടോ, ഇത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. മറ്റേ പരിപാടി കാണുമെങ്കിലും ഇത് ഇരുന്ന് സംസാരിക്കണം, പരിപാടി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു, ഉറപ്പായിട്ടും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് കൈ തന്നിട്ട് പോയവൻ. അത് ഇപ്പോഴും വരുന്നുണ്ടല്ലോ മെസ്സേജ്, തുടങ്ങണം. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമാണ്. പിന്നെ ശ്രീകാന്തിന്റെ എക്സ്പീരിയൻസ്, ശ്രീകാന്തിനാണ് കുറച്ചുകൂടെ ഹാപ്പനിങ്സ് കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ശ്രീകാന്തായിരുന്നു. ശ്രീകാന്തിന് നല്ല നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണും. എനിക്കെന്തോ എനിക്കും നല്ല വിഷമമായിരുന്നു ആദ്യമൊക്കെ. ആദ്യത്തെ കുറച്ചാളല്ലേ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിരുന്നില്ലേ ആദ്യത്തെ. പിന്നെ അതിനുശേഷം നമ്മൾ എപ്പോഴും കാണുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനും വീക്കിലി വൺസോ ഡേയ്സോ ഒക്കെ എന്തായാലും കാണുമായിരുന്നു. പിന്നെ അതിന് അപ്പോഴും ഓൾഡ് സ്കൂൾ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ അതും കൂടി ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പം പല വഴിക്ക് പോയേനാ. അതെ അതെ, നമ്മൾ വല്ലപ്പോഴും ഇടണമെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ ഒരു മിസ്സിങ് വരാത്തതും നമ്മുടെ കുറച്ച് വല്ലപ്പോഴും നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടണോണ്ടേ.
അല്ല ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. പിന്നെ എനിക്കും ഉണ്ടായിരുന്നുണ്ടോ കാര്യം, യവൻ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളൊക്കെ ഫ്രീ ആയി എല്ലാ ദിവസവും. കാര്യം അത് നമ്മൾ അത്രയും നാൾ എനിക്ക് സന്തോഷമായിരുന്നു. അത് എനിക്ക് ഒരുമാതിരിയായിരുന്നു, എനിക്ക് വേറെ ചെയ്യാനില്ല. അത് ശരിയാ, എവന് മറ്റേ അസുഖം എനിക്ക് വിരിവിരിപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. Time utilize വീട്ടിലടങ്ങി ചെയ്യണം. പറ്റാതിരിക്കണ ഒരു സാധനമാണ്. ടൈം യൂട്ടിലൈസേഷൻ ഒന്നുമില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യണ? നമ്മൾ ചുമ്മാ ഫോൺ അടിച്ചിരിക്കുകയില്ലേ? ഇവിടെ അല്ല, അയ്യോ അല്ലെ ഇവിടെ അല്ല. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ചായ കുടിക്കാനൊക്കെ പോകുമ്പോ എന്ത് പ്രൊഡക്റ്റ് വരില്ല ചെയ്യണം, അല്ലല്ലോ. നമ്മള് ചായ കുടിക്കുന്ന പറയും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യില്ലേ, അതാണ് എനിക്ക് വേണ്ട. അപ്പം എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നു. അപ്പൊ അത് കുറെ നാളങ്ങ് ഇല്ലാതായി. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങി എവിടെയെങ്കിലും ഒക്കെ പോവും, ആരുടെയും കൂടെ ചായ കുടിക്കാനൊക്കെ പോവും. ഓഫീസിൽ അവരൊക്കെ കാണും, അവരുടെ ഒക്കെ ഇരിക്കും. പിന്നെ സിനിമയ്ക്ക് പോകുമായിരുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഈ ഇടയ്ക്കാണെങ്കിൽ ഇപ്പം മാറി, ഇപ്പം കൊച്ചിയിലോട്ടൊക്കെ പോകണം. ഇപ്പൊ കുറച്ചും കൂടി ടൈറ്റ് ആയി. പിന്നെ ഇതിനിടയ്ക്ക് എന്തോ ഉണ്ടായി, ഒന്നിനും ട്രിപ്പൊക്കെ പോയി. നിനക്ക് പോഡ്കാസ്റ്റ് മിസ് ചെയ്ത കാര്യം പറയാം. പോഡ്കാസ്റ്റ് മിസ് ചെയ്ത് പിന്നെ അത് ആദ്യമേ പറയല്ലേ, പിന്നെ ഇടയ്ക്ക് ഇൻസിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നിന്റെ ട്രാവലുകൾ കേൾക്കാൻ വേണ്ടി. ഓ ട്രാവൽ അല്ലടാ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, പുല്ല് ഇത് ഉണ്ടായിരുന്നെങ്കിൽ നാളെ പോയി പറയായിരുന്നു. വേറെ ആരെങ്കിലും ചെയ്യണേ, എനിക്ക് വന്നിട്ട് പറയും ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല ഇതൊക്കെ പറയായിരുന്നൊന്ന് നമ്മൾ ആലോചിക്കും, എന്നിട്ട് നമ്മൾ കണ്ണാടി വെക്കും. അങ്ങനെയാണ്, അത് വളരെ മോശമായി. അല്ല അങ്ങനെ വരോടാ, ചിലവന്മാർ എന്തെങ്കിലും പറയും, നമ്മൾ എന്തെങ്കിലും കാണും, എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ കാണും. നല്ല സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സത്യം. അതാ നമ്മള് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായ്മ ഉണ്ടല്ലോ, അത്രയും നേരം നമ്മൾ ഷെയർ ചെയ്തിട്ട്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇടായിരുന്നു. അതൊന്നും ഒരു എന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം ഇതുണ്ടെങ്കിരുന്നെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഇന്റർലെസ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ജോഗ്രഫി, ഒരു ഇതും ആ ചാനലിന്റെ ഒരു ഇതും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു ഹാപ്പി പ്ലേസ് ആയിരുന്നു നമുക്ക്. നമ്മൾ ഈവൻ ചെയ്യാത്തപ്പോഴും അവിടെ പോയി ചുമ്മാ ഇരിക്കുവായിരുന്നില്ല, സ്റ്റുഡിയോയിലൊക്കെ പോയിരുന്നു. നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ ഉണ്ട്, നമ്മൾ ലാസ്റ്റ് നിർത്തണേ തൊട്ട് നമ്മളവിടെ പോയി ലൂഡോ കളിച്ചോണ്ടിരുന്നതിന്റെ ഒരു മെമ്മറീസിൽ. അല്ല നമുക്കതൊരു ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നെങ്കിൽ ഇതൊക്കെ മൊമെന്ററി ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ. തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ ആ കാലയളവ് നല്ലോണം ചെറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 വർഷത്തോളം അല്ലേ? 4 വർഷം 3 വർഷം 3 വർഷത്തോളം ഒരുപാട് ഗസ്റ്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ കണ്ട്, കുറെ ആൾക്കാരെ കണ്ട് നല്ല നല്ല പേഴ്സണാലിറ്റീസിനെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ അതുമല്ല ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ സമയത്ത് കൊറോണയൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതും കൂടി ഇല്ലായിരുന്നെങ്കിലേ നമ്മൾ ചിലപ്പം കുഴിമടിയന്മാരായി മാറിപ്പോയാൽ. വേറെ ഒന്നും നമുക്ക് സത്യം പറഞ്ഞ ആ ഒരു സമയം നമ്മള് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിരുന്നു. നമുക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ ആൾക്കാരെ പരിചയപ്പെട്ട്. അല്ല ആ സമയത്ത് പേഴ്സണലി നമ്മൾ ഭയങ്കര ഗ്രോ ചെയ്തു ഇല്ലേ, കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവന് ഉല്ലാസിനെ നോക്ക് എന്തല്ലേ വന്ന സമയത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഉല്ലാസ്. ശരിയാണ്. ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ഇരുന്നിട്ട് കുറച്ചൊന്ന് മാറി. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പയ്യനായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും നോയാണ്, തൊട്ടതിനും പിടിച്ചതിനും ടൈമിലൊന്നും ഇല്ല. ഇപ്പൊ യെസ് ഇല്ല. എനിക്ക് വന്ന മാറ്റം ഭയങ്കരമാണ്. അത് ഞാൻ ഇവിടെ തുറന്ന് പറയുന്നത്. നന്ദി പ്രകാശിപ്പിക്കണോ? അത് വേണ്ട. ഓക്കെ, ഇനി നീ പറ നിന്റെ ദാസൻ ചേട്ടന്റെ ഒഴിവുകാല ദിവസങ്ങൾ, ഒഴിവുകാല സ്മരണകൾ. ഒഴിവുകാല സ്മരണകൾ എന്ന് പറഞ്ഞാൽ ആ നിർത്തണേന്റെ ആ ഒരു മൊമെന്റ് ഇല്ലേ, ആ മൊമെന്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ഒരു വിഷമമായിരുന്നു. കാരണം ഇതിനി ഇല്ല എന്നുള്ള ഒരു, നമ്മൾ ഒരു 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, ആഴ്ചയിൽ 3 ദിവസവും 2 ദിവസവും അങ്ങോട്ട് പോയി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞപ്പം ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് 2-3 ദിവസത്തോളം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരുടെ എന്ന് വെച്ചാൽ വീട്ടുകാർ, എൻ്റെ വീട്ടുകാരും എൻ്റെ അച്ഛൻ അമ്മ ചേച്ചിയൊക്കെ ആക്റ്റീവായിട്ട് പണ്ട് മുതലേ കാർത്തിക് ഇത് ചാനൽ തുടങ്ങുമ്പോഴേ വാച്ച് ചെയ്യണ ഒരാളാണ്. എന്ന് വെച്ചാൽ കമൻറ്റും, എൻ്റെ അച്ഛൻ പ്രത്യേകിച്ച് കമൻറ്റും ആ തുടങ്ങുമ്പോഴേ വാച്ച് ചെയ്യണ ആളാണ്. അപ്പോഴെല്ലാ കമൻറ്റും വായിക്കും. അങ്ങനെ വരാം. അപ്പോഴേ പെട്ടെന്ന് അവരെടുത്ത് പറയണ്ടേ, നിർത്തണം എന്നൊക്കെ പറയണ്ടേ. അത് അവര് അങ്ങനെ പറയുമ്പോ അതൊരു വിഷമം. അങ്ങനെ ഒരു വിഷമം, നല്ല വിഷമമായിരുന്നു. ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇതിപ്പം വിഷമം
ഒരു എംപ്റ്റിനെസ് ഉണ്ടായി ഒരു സമയത്ത് അല്ലേ എന്നും പറഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു വിഷാദ ഫേസിലോട്ടൊന്നും അല്ല പോയത്. ഒരു ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു സാധനം അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി ഇത് നമ്മൾ സിനിമയ്ക്ക് പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ പോകണമുള്ളതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് അറിഞ്ഞിട്ടില്ല അല്ലേ. നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയാനൊരു ഇതുണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു. ഈ നമ്മള് പോഡ്കാസ്റ്റിന് പോകുന്നു എന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ഇനി പെട്ടെന്ന് പറയാൻ പറ്റൂല. അപ്പം പിന്നെ നല്ല വീട്ടിൽ പറയാൻ വേറെ പക്ഷെ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, 3 ആഴ്ചയിൽ 3 ദിവസം ഇറങ്ങുമെന്ന് വെച്ചോ. 3 ദിവസം ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. അതൊക്കെ മിസ് ചെയ്ത് ശ്വാസിച്ചത്. അതാണ് പോഡ്കാസ്റ്റ് കഴിഞ്ഞ് ഞാൻ 55 എന്നുള്ളത് 50-ലേക്ക് എത്തിച്ചു. അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കി അതിന് ശേഷമുള്ള അതിനുശേഷം പിന്നെ ഇത് നിർത്തിയ സമയത്ത് കുറെ ഈ പറഞ്ഞ കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റുമോ? അല്ല, ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുവായിരുന്നു ആൾക്കാരുടെ ഇത് എന്തിനാണ് ആ ഒരു സ്പ്ലിറ്റ് അപ്പ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു റീസൺസ് ഒക്കെ ഒരുപാട് പേര് സ്വന്തമായിട്ടുണ്ട് ഗണിച്ചെടുക്കും. ഗണിച്ചെടുത്ത് നമ്മളെ അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി ഒരു എന്തോ ഒരു കമന്റ് വായിക്കുമ്പോഴേക്കും ഇങ്ങനെ പറയാം. അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒന്നും എന്ന് വെച്ചാൽ നമുക്കൊരു അടുത്ത എപ്പിസോഡ് ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് പറയായിരുന്നു, ഇങ്ങനെയല്ല അതല്ലെന്ന് പറയായിരുന്നു. പിന്നെ അവിടെ മൗനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോ ഒരു ഇത് ആൾക്കാരിങ്ങനെ ഒരു റീസൺ ഇത് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, അത് റീസൺസ് ഭയങ്കര അവരുടെ ചില മെയ്ഡപ്പ് സ്റ്റോറീസ് ഒക്കെ നല്ല രസമാണ്. നമ്മുടെ വിചാരിക്കാത്ത സാധനങ്ങൾ വരെ പറഞ്ഞു കളയും. അതൊക്കെയാണ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അല്ല, ഇതിപ്പം ആദ്യത്തെ സംഭവം ഒന്നും അല്ല അല്ലേ. ഇപ്പൊ എല്ലാം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്തായാലും ലൈഫ് ലോങ് അതൊരു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മാത്രമല്ല, അതൊരു എല്ലാ കാര്യത്തിലുള്ള ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന എന്തായാലും ഒരു സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് അത് നാച്ചുറലി ഒരു സാധനമാണ്. അത് ഇത്രയും ഭയങ്കര ഒരു സംഭവമാക്കി ഒരു കോളൊക്കെ ആക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. അതൊരു നാച്ചുറലി ഒരു സംഭവമാണ്. സിദ്ദിഖ് ലാല് പിരിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലിപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ 3-4 ആൾക്കാർ 4-5 പേരുണ്ട്. നമ്മള് 5 പേർക്കും 5 പേഴ്സണാലിറ്റി ആയിരിക്കും, പല അഭിപ്രായങ്ങളാണ്. ഇത്രയും നാള് പോയത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. 3 വർഷം പോയത് എനിക്ക് തോന്നുന്നു. 1 വർഷം നമ്മൾ 144 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. മൈൽ സ്റ്റോൺസ് ആണ് യൂട്യൂബ് ഹിസ്റ്ററിയിലെ മൈൽ സ്റ്റോൺസ്. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഗ്രൂപ്പുകളാവുമ്പോ എന്തായാലും ഒരു സ്പ്ലിറ്റ് അപ്പ് ഒക്കെ നടക്കും. നമ്മള് പിന്നെ ഭയങ്കരമായിട്ട് എന്താ അത് തന്നെ, അത് ഭയങ്കര ഒരു ഏലിയൻ ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അതൊക്കെ മനുഷ്യസഹജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതിലിപ്പം റീസൺസ് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് ആണ് അവര് പെർഫെക്റ്റ് അല്ല, അങ്ങനെ ഒരു സാധനം. അത് നമ്മൾ ഒരു ഭയങ്കര ഒരു ഇവിടെ പോടാ അങ്ങനെയൊക്കെ വിളിച്ച് വഴക്കൊക്കെ കൂടിയാണ് പോയത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സാധനങ്ങൾ റീസൺസ് കാണുമ്പോ നമുക്കും വിഷമമുണ്ട് അവനും വിഷമമുണ്ട്. അത് നാച്ചുറലി ഒക്കർ ചെയ്ത് അതത്രേ ഉള്ളൂ. അത് നമ്മളിപ്പം ഇതൊരു ഗവൺമെന്റ് ജോലിയൊന്നുമല്ല അവിടെ ഇങ്ങനെ സെർവ് ചെയ്യാൻ. കാരണം ഇത് ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ല. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു മോശം ഇതായിട്ട് എന്താ ഒരു എക്സ്പ്ലോസീവ് ആയിട്ട് ഒരു സാധനമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഡ്രാമ അങ്ങനെയൊന്നും ഭയങ്കരമായിട്ട് ഈ ഡ്രാമ ഒരു സാധനം ഇല്ല അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നമ്മള് ഇപ്പൊ കാർത്തികിന്റെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൽ കമന്റ്സ് ഒക്കെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കൂടുതൽ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു സാധനമാണ് കൂടുതൽ. അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വേറൊരു POVയിൽ അങ്ങനെ തോന്നുന്നതാണ്. നിങ്ങളെ ഫ്രണ്ട്സും ഇതേപോലെയാണ്, നിങ്ങൾ അവിടെ ക്യാമറ വെക്കില്ലെന്നേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം ഒരിടത്തും എക്സിസ്റ്റ് ചെയ്യില്ല. ചിലപ്പം അവര് കാണുമ്പോൾ അങ്ങനെ അല്ലല്ലോ, അവരുടെ ഫ്രണ്ട്സ് പോലെയാണ് നമ്മളുടേത്. അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതുണ്ടാവും, അടിയും പിടിയും. നമ്മള് ക്യാമറ ഇല്ലാത്തതിന് മുൻ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴും അടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഉടക്കം ഉണ്ടാവാറില്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച അടി ഉണ്ടായി, നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു പോലും ഇല്ല. അങ്ങനെ പലതും ഉണ്ടാവും അല്ലേ. ഓരോരുത്തരുടെ മൂഡ് പോലെ ഇരിക്കും. നീ കാണിച്ച വളരെ മോശം.
ഞാൻ വിട്ടുകൊടുത്തല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഒരുമാതിരി. പിന്നെ കുറെ നേരം സ്തബ്ധനായിരുന്നു. അതൊക്കെ തന്നെ. അപ്പൊ ഇത് ചിലപ്പോ ഫ്യൂച്ചറിൽ ചിലപ്പോ നന്നായി വരുമല്ലേ, പറയാൻ പറ്റൂല. പറയാൻ പറ്റും, അതെ, ഫ്യൂച്ചറിൽ ചിലപ്പോ പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമില്ല, അതാണ് ഇപ്പോഴും അങ്ങനെ. എല്ലാരും നന്നായിരിക്കണം തന്നെയാണ് നമ്മുടെ അതെ. നമ്മൾ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല. റീസൺ എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും നാള് പോഡ്കാസ്റ്റിൽ ഇരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ റീസൺ പറയാതെയൊക്കെ ഇറങ്ങുന്നത് ബുദ്ധിമുട്ടായിരിക്കും, മോശമായിരിക്കും. സ്ഥിരം വ്യൂവേഴ്സ് നമ്മള് ഒരു റീസൺ പറയാതെ ഇറങ്ങി പോകുമ്പോ അവർക്കൊരു ഒരു ഫെയർവെൽ വീഡിയോ ഒന്നും ചെയ്യാതെ നമ്മൾ പോകുമ്പോ അവർക്കൊരു വിഷമമായിരുന്നു. അതവര് പ്രകടിപ്പിച്ച നമ്മള് ആഴ്ചയിൽ 3 ദിവസമാണ് പോഡ്കാസ്റ്റ് ഇടുന്നത്. ആ ടൈമില് ഇത്രയും ലിസൺ ചെയ്യണ ഒരാൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിർത്തണം എന്ന് കണ്ടപ്പോ ആൾക്കാർക്ക് ഒരു വിഷമവും ആ ഒരു ഇത് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് നമ്മൾ ഇത് പിന്നെ കൂടുതൽ അതിലോട്ടൊന്നും പോകുന്ന നമുക്കും അതൊരു ഡൈസെക്ട് ചെയ്യാൻ താല്പര്യം ഇല്ല. പിന്നെ അതിനെ വീണ്ടും കീറി മുറിച്ച് അല്ലേ. വേറൊരു കാര്യം, നമ്മളാണ് ഓഡിയൻസ് എങ്കിൽ നമ്മളാണ് ഓഡിയൻസ് ഒരു യൂട്യൂബിൽ കാണണമെങ്കിൽ നമുക്കത് അറിയാൻ താല്പര്യം നമുക്കും കാണും. പക്ഷെ നമ്മൾ അകത്തിരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണം. അല്ല, അത് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റീസൺ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അതാണെന്ന് അങ്ങ് വിചാരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഒരു ലൈവ് വന്നായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നത്. ആ ടൈമിൽ എല്ലാരും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോഴൊരു ലൈവ് എടുത്തതാണ്. ആ ലൈവ് നമ്മളുടെ ലൈവിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ കുറച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്നാണ് കൂടുതൽ പറഞ്ഞത് അല്ലേ. അതിനുശേഷമാണ് ഈ ഒരുപാട് പേര് റിയാക്ഷൻ ഒക്കെ ചെയ്തത്. നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് കാരണം പക്ഷെ ഇതൊരു ചുരുളഴിയാത്ത രഹസ്യമാണ് ഇവരെന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ അവരങ്ങ് ഒരു സാധനം കണ്ടുപിടിച്ചു നോക്കിയപ്പോ എല്ലാരും മറ്റേ കാരണം നമ്മള് ഇറങ്ങിയിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ലൈവ് ഇപ്പൊ ഇറങ്ങി സ്റ്റോപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയപ്പോഴും ആരും ഒന്നും റിയാക്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല, അതിന് വേറെ ഒരെണ്ണമുണ്ട്. ഒരു ഇതില് വീഡിയോയിൽ പറയും, അല്ലെങ്കിൽ എനിക്ക് അവനെ കണ്ടുവിടാന്ന് പറയുന്നത്, എന്നിട്ട് ഈ തെണ്ടി പറഞ്ഞിട്ട് പറഞ്ഞത് എന്റെ പേര്. അത് ഞാൻ പറഞ്ഞുതരാം. അത് കോണ്ടസ്റ്റ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഒരു Q&A ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2020 ഇട്ടിരുന്ന ഒരു ഇതില് കാർത്തികിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നിട്ടിരുന്നു. അത് അപ്പോഴും ഒരാൾ ചോദിച്ചു. അപ്പോഴേ എനിക്ക് എന്തോന്ന് കാർത്തികിന്റെ സ്വഭാവം എങ്ങനെയാന്ന് അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് അവനെ തന്നെ ഇഷ്ടമില്ല. പിന്നെയാണ് അവന്റെ സ്വഭാവം ഒന്ന് ചുമ്മാ അതിനെ 2023 ഒരു വീഡിയോക്കകത്ത് റിയാക്ഷൻ ലൈഫ് ഓഫ് അനന്തു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ എന്നിട്ട് ശ്രീകാന്തും പിന്നെ സീക്രട്ട് ഏജന്റ് പിന്നെ കായ്സ് എന്ന് പറഞ്ഞൊരു നിന്റെ പേര് അപ്പോഴെനിക്ക് മനസ്സിലായി ഇവരൊരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി റിയാക്ഷൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ഇത്രയും ഒരു 2020 അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റിനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പേര് മാറിയ സൂപ്പർ. ചിത്രത്തിലേ ഇല്ല. പക്ഷെ അതൊക്കെ വൻ സംഭവമായിട്ട് അവര് കാണിച്ച അതാ നമുക്കും ഒരു അതിശയം അതായിരുന്നു. ഭീരന്മാരായിരുന്നു അതിലുള്ള കമന്റ്സ് ഫുള്ള്. പിന്നെ അതില് നമ്മള് ഫിനാൻഷ്യലായിട്ട് പ്രശ്നം ആയതുകൊണ്ടാണ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോ അല്ല, അത് ഒരു കോമഡിയാണ്. ഈ നമ്മുടെ ഇപ്പം ഓൾഡ് സ്കൂൾ ബോയ്സ് അതിൽ വീഡിയോ ഇടുമ്പോൾ കണക്ട് ചെയ്ത് കമന്റ് ഇടും. എന്നിട്ട് അതേപോലെ മറ്റേ കാർത്തികിന്റെ ചാനലിൽ അവിടെയും പോയി കമന്റ് സാധനമായിരിക്കേ. ചിലപ്പോ ഒരു തമ്മിലോ നമ്മള് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സാധനം വിചാരിച്ചിട്ടേ ഉണ്ടായിരിക്കൂല. അത് ഇട്ട് കുറച്ച് കഴിയുമ്പോ ഇതിങ്ങനെ ഒരു മീനിങ് ഉണ്ടാകും നമ്മൾ അപ്പോഴായിരിക്കും അറിയണത്. അപ്പം നമ്മളങ്ങനെ കൂട്ടുകാരൻ പറയും അങ്ങനെ ഇട്ടത് അവന്മാര് വരെ ചോദിക്കും. അത് കുറച്ചു പേർക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ കമന്റ്സ് ഇടുമ്പോഴേ കമന്റ്സ് വായിച്ചിട്ട് അതും ഇൻഫ്ലുവൻസ്ഡ് ആവും. എന്നിട്ട് വിചാരിക്കോ അവരിങ്ങനെ ആയിരിക്കും. നമ്മൾ ഈ സംശയം ഒരാളുടെ മനസ്സിൽ അങ്ങ് ഇട്ട് കൊടുക്കൂലേ. അതല്ല ഈ മേഘം കാണുമ്പോഴേ
ചിലർക്ക് അവരുടെ അപ്പോഴും മനസ്സിൽ എന്ത് തോന്നുന്നു അതൊക്കെ ചിലപ്പോൾ തോന്നും. വേഗം കാണുമ്പോ അത് പട്ടിയുടെ രൂപമായിരുന്നു അങ്ങനെ തോന്നുന്നു. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അല്ല അത് ശരിയാണ്. ആ കമന്റ്സ് കാണുമ്പോഴും നമ്മളൊരു വീഡിയോ കണ്ടിട്ട് കമന്റ്സിൽ ഈ ഒരു സാധനം ഇട്ടേക്കണം, ഓ അപ്പൊ ഇങ്ങനെ ആയിരിക്കും അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് അവർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, ഇതാണല്ലേ സംഭവം എന്ന് ചോദിക്കും, ഇതല്ലേടാ കാര്യം. അതൊക്കെ അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നടന്ന സംഭവ ബഹുലമായ. സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് ഇപ്പൊ കിട്ടൂല. കാര്യം ഒരു വർഷമായി നമ്മൾ അന്നുണ്ടായിരുന്ന ഒരു ഇതല്ല നമ്മൾ അന്ന് സംഭവിച്ച കുറെ കാര്യങ്ങൾ മറന്നുപോയി. നമ്മൾ കുറെ സാധനങ്ങൾ നമ്മള് മൈൻഡ് സെറ്റ് മാറി. അതെ എക്സാക്ട്. അപ്പൊ കുറെ നമുക്ക് ഓർമ്മയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു അന്നുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇത് നമുക്ക് ഇന്ന് വരുമല്ലോ, ഒരു വർഷമായി. അതാണ്. അപ്പോഴും നമ്മൾ അന്ന് നമ്മൾ സംഘർഷം അല്ലേ, അതൊന്നും ഇപ്പൊ ഇല്ല. അന്നത്തെ മാനസിക സംഘർഷമൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ്. അപ്പം നമ്മള് ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇനി ഫ്യൂച്ചറിൽ ഇതൊരു ജസ്റ്റ് ഒരു പൈലറ്റ് എപ്പിസോഡ് പോലെ നമ്മള് ആലോചിച്ച ഇനി ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് സംഭവം. നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ എടുക്കണം എന്ന് പലപ്പോഴും നമ്മുടെ കൂട്ടത്തില് വിഘ്നേഷ് നിർബന്ധിക്കാറുണ്ട്, അഖിലേഷ് നിർബന്ധിക്കാറുണ്ട്, എല്ലാരും അങ്ങനെ നിർബന്ധിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു മാനസികമായിട്ട് അങ്ങനെ ഒരു തുടങ്ങണമെന്നുള്ള ഇതില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വന്ന് എടുക്കാം, നമുക്കൊരു ലിമിറ്റഡ് സീരീസ് ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു സംഭവത്തിൽ എടുത്തു. ഒരു പായൊക്കെ വിരിച്ച് ഇവിടെ ഇന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് പോലും ശരിയാണ്. നമ്മള് ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് നിന്നു പോകുമെന്ന് വിചാരിച്ചു, ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റൂല നിൽക്കുമെന്നാണ് വിചാരിച്ചു. പക്ഷെ ഇല്ല, അതിനേക്കാളും ബെറ്റർ ആയിരുന്നു തോന്നി. ഞാൻ വിചാരിച്ചേക്കാളും ബെറ്റർ ആയിരുന്നു. വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ വലിയ പ്രിപ്പയറും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് അവരെ എടുത്ത് സാധാരണ ഒരു സാധനം നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് കുറെ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടല്ലേ ചെയ്യാറുള്ളത്. ഒരു സാധനം പുതിയൊരു സംഭവം തുടങ്ങുമ്പോൾ നമ്മളും പ്ലാൻ ചെയ്തു. പക്ഷെ ഇത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ എടുക്കാന്ന് പറഞ്ഞു വിരിച്ചു ഇരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ പഴയതുപോലുള്ള ഈ പറഞ്ഞ ടെക്നിക്കലി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് എന്നല്ല, അതെന്തിന് നമ്മള് പഴയതുപോലുള്ള ഭയങ്കര ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പ് വെച്ചിട്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ഇന്റർലെസ് പോഡ്കാസ്റ്റ് പോലത്തെ ഒരു സാധനം ആയിരിക്കൂല. കാരണം നമ്മള് അങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കില്ല. അല്ല, അത് ചേഞ്ച് ഉണ്ട്. കാര്യം ഇന്റർലെസ് പോഡ്കാസ്റ്റ് പോലെ അല്ല ഇത് വേറൊരു. അത് ഇന്റർലെസ് പോഡ്കാസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു. കുറച്ച് പ്രൊഫഷണൽ ആയിരുന്നു ആ പോഡ്കാസ്റ്റ്. അതില് കുറച്ച് നമുക്ക് സൗണ്ട് ക്വാളിറ്റി തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിരുന്നു. അത് വേറൊരു സാധനം, ഇത് വേറൊരു സാധനം. ഇതൊരു നമ്മളൊരു ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളൊരു പോഡ്കാസ്റ്റ് ഇപ്പൊ തുടങ്ങി, ആ ഒരു സാധനമായിട്ട് നിങ്ങൾ കാണാവോ. നമ്മളൊരു 3 വർഷം അവിടെ പഴയതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് പുതിയൊരു നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഒരു 10 എപ്പിസോഡ് കാണും, അത്രേ ഉള്ളൂ. കമ്പയർ ചെയ്യുന്ന മാത്രമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസും വേറെ ആയിരിക്കും. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. കാര്യം ഇതൊരു സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്, മറ്റേനെക്കാട്ടി ഇഷ്ടപ്പെടാൻ സാധ്യത. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതുള്ളതും. ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു സ്ഥലമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മാറ്റോടെ നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ അതിന്റെ കൂടെ കുറച്ച് വ്ളോഗ്സ്, കുറച്ച് നല്ല സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഫ്രണ്ട്സ് വരും. ഇപ്പൊ ഇന്റർലെസ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോഴേ ആ നിർത്തിയതിന്റെ ഇത് വരുമ്പോഴും അതിൽ കുറെ ഗസ്റ്റ്, അതിൽ ആ ഒരു വളർച്ചയ്ക്ക് നമ്മളെ സഹായിച്ച ഒരു ഗസ്റ്റ് നമ്മളെ ഫ്രണ്ട്സ് തന്നെ അല്ലേ. അപ്പൊ നമ്മൾക്ക് മാത്രമല്ല, അവർക്കും ബുദ്ധിമുട്ടുണ്ട് അത് നിന്ന് അല്ലേ. അവരും കൂടെ കുറച്ച് ബിൽഡ് ചെയ്തത് നമ്മള് 5, 6, 8 പേര് സത്യം പറഞ്ഞ ഒരു ടീമായിരുന്നു. എനിക്ക് തോന്നുന്നു അരുണ്, അഖിലേഷ് സ്ഥിരമായിട്ട് വന്നിട്ടുള്ള അരുണ്, അഖിലേഷ്, നന്ദുബിയാർ PSC ക്വസ്റ്റ്യനൊക്കെ വന്ന് നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. വിഘ്നേഷ് വന്നിട്ടുണ്ട്. വിഘ്നേഷ് നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും പറഞ്ഞു തരും, നമുക്ക് സജഷൻസ് തരുന്നത് അവനായിരുന്നു. പിന്നെ അമല് വന്നിട്ടുണ്ട്, നന്ദുകൃഷ്ണൻ വന്നിട്ടുണ്ട്, ഹാഷിമിന് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. വിഷ്ണുജിത്തിന്റെ എപ്പിസോഡൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാരുടെ ഒരു പ്രയത്നമാണ്. പിന്നെ ആദ്യത്തെ ടൈമിൽ നമ്മൾ ആ ഒരു പുഷ് കിട്ടി നമുക്കൊരു, അതൊരു പ്രിവിലേജ് ആയിരുന്നു നമുക്ക്.
പിന്നെ കാർത്തിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സാധനമായിരുന്നു ഇന്റലക്ട് പോഡ്കാസ്റ്റ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ. ആദ്യത്തെ ഒരു പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട ആ ഒരു പുഷ് നമുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു നമുക്ക്. ആ ഒരു അത്രയും ഗസ്റ്റുകൾ വരാൻ കാരണവും പിന്നെ കാർത്തിക് തന്നെയാണ്, വേറെ ആരുമല്ല. അല്ലെങ്കിൽ ഫസ്റ്റ് സംഭവം തുടങ്ങി ഇത്ര പെട്ടെന്നൊന്നും കയറി അങ്ങ് പോകില്ല. ഇല്ല അല്ലാതെ നമ്മളിപ്പം അങ്ങനെ ഒരു സ്ക്രാച്ചിൽ നിന്നാണ് നമ്മൾ ഇത്രയും പേര് ഇതേപോലെ നമുക്ക് തുടങ്ങിയിരുന്നു, വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്പേസിലോട്ട് വരൂലേ ചിലപ്പോൾ. ഇതിപ്പം എന്തായാലും നമ്മൾ ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അത് തന്നെ നമ്മൾ ആ ഇന്റർലെസ് പോഡ്കാസ്റ്റിൽ ഉള്ള ഓഡിയൻസിന് നമ്മളൊരു അക്നോളജ് ചെയ്യും. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവും നമ്മുടെ ഐഡിയ എന്താണെന്നുള്ളത്. നമുക്ക് ഭയങ്കര ഡിഫറെന്റ് ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് നമ്മൾ. പിന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുക്കുന്നുണ്ട്. സിനിമയൊക്കെ ഇങ്ങനെയാണ് തള്ളി വീഴണത് അല്ലേ? വേറെ പറയാനില്ല. അല്ല, സിനിമയൊക്കെ ഇങ്ങനെയല്ലേ തള്ളി വിടണം, അപ്പൊ ഇങ്ങനെ തള്ളണം. അല്ല, പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ വിഘ്നേഷാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി പുഷ് ചെയ്തിട്ടുള്ള വിഘ്നേഷാണ്. വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഘ്നേഷ്. പിന്നെ ഒരുപാട് നമ്മളെ ഫ്രണ്ട്സ്, പിന്നെ കമന്റ്സ്, പിന്നെ മെസ്സേജ് ഇപ്പോഴും തന്നെ ഇന്റർനെറ്റ് പോഡ്കാസ്റ്റ് മിനിറ്റ് എത്ര പേര് വാച്ച് ഇയർ എൻഡ് ആവുമ്പോ യൂട്യൂബ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ സമയങ്ങൾ എവിടെയാണ് ചിലവാക്കി. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ മറന്നിരിക്കും. പോഡ്കാസ്റ്റിന്റെ കാര്യം നമ്മൾ എടുത്തെന്നോ അങ്ങനെ ഒരു സാധനമേ മറന്നിരിക്കരുത്. അപ്പോഴൊക്കെ ഈ സ്റ്റോറി പൊങ്ങി വരുമ്പോഴേ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് അപ്പാവുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആവുന്നത് വിഘ്നേഷ് ആയിരിക്കും. അവിടെ നിന്നുകൊണ്ട് യൂറോപ്പിൽ നിന്നുകൊണ്ട് വിഘ്നേഷ് ചിലപ്പോൾ അപ്പം തന്നെ വിളിക്കും. അവനായിരിക്കും ഇതിൽ ഏറ്റവും ഹാപ്പി ആവണത്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ 4 പേര് തന്നെ ആവണമെന്നില്ല. നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സും ഉണ്ടായിരിക്കും. അപ്പൊ അവരെയും ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മൾ 4 പേര് മാത്രമേ ഇരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോഡ്കാസ്റ്റിന്റെ ഒരു എൻഡ് ആയതുകൊണ്ടാണ് ആ ഒരു ഇത് നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു ഇത് വരണോണ്ടാണ് നമ്മൾ 4 പേര് ഇരുന്നത്. അല്ലാതെ നമുക്ക് നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ ഓൾഡ് സ്കൂളിൽ വരുന്നവർ തന്നെ ആയിരിക്കും. നമ്മൾ ചില എപ്പിസോഡ് വരും, ചില എപ്പിസോഡ് വരൂല, അങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ഗസ്റ്റിനെയും നമ്മൾ ശ്രമിക്കും. അപ്പൊ ഗസ്റ്റ് മാത്രമല്ല, നമുക്കിപ്പോ ഈ നമ്മുടെ ഈ ലിമിറ്റഡ് എഡിഷൻ ലിമിറ്റഡ് സീരീസ് ആയതുകൊണ്ട് നമ്മളതില് ടോപ്പിക്സ് നമ്മൾ കുറച്ച് നോക്കി സെലക്ട് ചെയ്യണം. കാര്യം പറഞ്ഞാൽ നീഷാണ്. അതെ, നമ്മള് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വന്ന് സംസാരിക്കലല്ല. അത് എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ക്രിക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കണമെങ്കിൽ ക്രിക്കറ്റ് ആയിരിക്കും മെയിൻ ആയിട്ട് ടച്ച് ചെയ്ത് ബാക്കിയുള്ളവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ആ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഫുള്ള് സിനിമ എന്നുള്ളൊരു സംഭവമായിരിക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസുകളും ഈ ഒരു വർഷത്തെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്ത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല, ജനറൽ പബ്ലിക്കിന് അത് നമ്മളെ കേട്ട് ശീലിച്ചവർക്ക് ചിലപ്പോ അത് അല്ല, ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പണ്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ എപ്പോഴും അങ്ങനെയല്ലേ ചിലപ്പോ ഒരു ന്യൂസ് അവർ പോലെ ചിലപ്പോ ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ കത്തിയിരിക്കണ ഒരു സാധനം നമ്മൾ എടുത്ത് അങ്ങനെ ഒരു സാധനം ആയിരിക്കൂല നമ്മൾ റിയാക്ട് ചെയ്യണം. അങ്ങനെ ഒരു സാധനം ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റൂല, ചിലപ്പോ അത് ചെയ്യും ആയിരിക്കൂല എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പ്ലാനിൽ അങ്ങനെ ഇല്ല. ചിലപ്പോ ആയിക്കൂടെന്ന് വരൂല, ദാരിദ്ര്യം കൊണ്ട് പ്രോമിസ് ഒന്നും കൊടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വേറൊരു രീതിയിലാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത്. അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് സാധനമായിരിക്കും. നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക അല്ലേ, കാത്തിരിക്കുക, ഇത് കാണുക, ഇത് കണ്ടിട്ട് എങ്ങനെയാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളെ അറിയിക്കുക. ഡിസംബറിൽ അത്യാവശ്യം പാക്ഡ് ആയിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ ശ്രമിക്കാം. ഡിസംബറിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും ഈ യൂട്യൂബ് നമ്മുടെ ചാനൽ. ഡിസംബറിൽ ഓൾഡ് സ്കൂൾ ബോയ്സ് എന്തായാലും നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ പയ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ കമന്റ്സിലും ഇൻബോക്സിലൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആഫ്റ്റർ 1 ഇയർ ഉണ്ടായിരുന്നു നിങ്ങളെ ഇത്
ഈ എപ്പിസോഡ് എങ്ങനെ ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിയാം. അതുമായിട്ട് കമ്പയർ ചെയ്യാതെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതിന് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളിപ്പോ കുറെ നാളായിട്ട് നമുക്ക് അറിഞ്ഞൂടായിരിക്കും എന്താണ് പ്രശ്നം എന്നുള്ളത്. അത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ക്യാമറ ഒക്കെ വർക്കിംഗ് ആണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ പണയിലിരിക്കുകയാണ്. അല്ല, നിങ്ങളെ സജഷൻ എന്തെങ്കിലും പറയാം, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം അല്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ലൊക്കേഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങൾക്ക് തരാനുണ്ടെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ വിളിക്കുക. ഒരു ലൊക്കേഷനിൽ ക്ഷണിച്ചാൽ നമ്മൾ വരും, കേട്ടസീൻ തരും. അതെ, തീർച്ചയായും. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്കെങ്കിൽ ഇന്നത്തെ ഈ ഒരു പൈലറ്റ് എപ്പിസോഡ് തന്നെ പൈലറ്റ് എപ്പിസോഡാണ്. പൈലറ്റ് എപ്പിസോഡ് നമുക്കെങ്കിൽ ഇവിടെ എൻഡ് ചെയ്യാം അല്ലേ. യെസ്. ഇനി എൻഡിങ് എങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മൾ നമ്മൾ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു ടാറ്റ പറഞ്ഞ് നമുക്ക് end ചെയ്യാം. പറഞ്ഞു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും